ഇന്ന് ഉച്ചയോടെ കേരളക്കരയെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദാരുണ മരണവാർത്ത എത്തിയിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണം താങ്ങാനാവാത്ത വേദനയാണ് എപ്പോഴും എല്ലാവർക്കും തരാറുള്ളത്. നമ്മുടെ അടുത്തില്ലെങ്കിലും നമുക്കറിയാവുന്ന ആളല്ലെങ്കിൽ പോലും കുഞ്ഞുകുട്ടി അല്ലെങ്കിൽ പിഞ്ചു കുഞ്ഞ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും നെഞ്ചൊന്നിരിക്കും. മലയാളികളുടെ ഇടയിലേക്ക് ഇപ്പോൾ കടന്നു വന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്നും ഒരു വലിയ വാർത്തയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ മാലിന്യക്കുഴിയിൽ വീണൊരു കുട്ടി മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ഞെട്ടിക്കുന്നത്. എല്ലാവർക്കും ഈ വാർത്ത കേട്ടപ്പോൾ വളരെയധികം നൊമ്പരമുണ്ടാക്കി. രാജസ്ഥാൻ സ്വദേശികളുടെ 3 വയസ്സുകാരനായ മകൻ റിദാൻ സുവാനാണ് മരിച്ചത്. ആഭ്യന്തര ടെർമിനലിന്റെ സമീപം വെള്ളിയാഴ്ച ഉച്ചക്ക് 12:15 ആയിരുന്നു ഈ അപകടമുണ്ടായത്. ഇന്ന് ഉച്ചയോടെ രാജസ്ഥാനിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുടുംബസമേതമായിരുന്നു എത്തിയിരുന്നത്. വളരെയധികം സന്തോഷത്തോടെ തന്നെ റിദാനും കുടുംബവും അവിടെ എത്തിയ ആഘോഷമൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങി കുടുംബം ഉടനെ തന്നെ ചായ കുടിക്കാൻ ഒരു തോന്നൽ വന്നു. വിമാനത്താവളത്തിൽ തന്നെയുള്ള ഒരു കഫേയിൽ ചായ കുടിക്കാൻ കയറി. കുടുംബം ചായ കുടിക്കാനായി ഒരു കടയിൽ കയറിയപ്പോൾ തന്നെ വളരെയധികം ആവേശത്തിലായിരുന്നു റിദാൻ അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടെ റിദാനും മൂത്ത സഹോദരനും കൂടെ മുൻവശത്തുള്ള പൂന്തോട്ടത്തിൽ കളിക്കുകയായിരുന്നു. റിദാനും സഹോദരനും കളിക്കുന്നത് കടയിലിരുന്ന് ചായ കുടിക്കുന്ന ഈ സഹോദരങ്ങളും അതുപോലെ തന്നെ മാതാപിതാക്കളും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓടിക്കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുട്ടി മാലിന്യക്കുഴിയിലേക്ക് വീഴുകയായിരുന്നു. പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഒരു ദൂരെ അകലെ നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടി വീണ ഉടനെ ഇവർക്ക് കാണാൻ സാധിച്ചു. പൂന്തോട്ടത്തിന്റെ നടുവിലായി ഉണ്ടായിരുന്ന കുഴിയിലേക്കാണ് കുട്ടി വീണത്. അവിടെ ഒരു കുഴി ഉണ്ടാകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ ഒരു കുഴി അവിടെ ഉള്ളതായി കാണാൻ പോലും സാധിക്കില്ലായിരുന്നു. കുട്ടിക്കും അത് അറിയില്ലാത്തത് കൊണ്ട് തന്നെ കുട്ടി അതിലേക്ക് വീഴുകയായിരുന്നു. കുട്ടി വീണത് ആദ്യം തന്നെ ശ്രദ്ധയിൽ പെട്ടില്ലെങ്കിലും പിന്നീട് കുഞ്ഞിനെ കാണാത്തത് കൊണ്ട് തിരക്കുകയായിരുന്നു. പിന്നീട് അതിവേഗം തന്നെ രക്ഷാപ്രവർത്തനം നടന്നത്. മൂത്ത സഹോദരൻ ബഹളം വെച്ച് മാതാപിതാക്കൾ ഓടിയെത്തി തുടർന്ന് കുട്ടിയെ പുറത്തെടുത്തു. പക്ഷേ മരണം സംഭവിച്ചിരുന്നു. കുഴിയിൽ വലിയ അളവിൽ തന്നെ മാലിന്യം ഉണ്ടായിരുന്നതായി തന്നെ വിവരത്തിൽ പറയുന്നു. മൂക്കിൽ മാലിന്യം കയറി ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനത്തിൽ തന്നെ പറയുന്നത്. മൂക്കിനുള്ളിൽ തന്നെ ആ മാലിന്യം കയറി കഴിഞ്ഞാൽ പിന്നീട് ശ്വസിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എന്നത് അതികഠിനമായിരുന്നു. കുഞ്ഞിനെ കുഴിയിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ കുഞ്ഞിന് ശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ജീവനോടെ തിരിച്ചു കെട്ടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ നശിച്ചിരുന്നുവെങ്കിലും ഉടനടി ആശുപത്രിയിലേക്ക് എത്തിച്ചു. പോലീസിനെ അറിയിക്കുകയും അവിടത്തെ CCTV ഉൾപ്പെടെ എല്ലാം പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുടുംബസമേതം കൊച്ചിയിലേക്ക് എത്തിയത് ആഘോഷിക്കാനായിരുന്നു. കുടുംബക്കാരെയും ഒക്കെ കണ്ടതിന്റെ സന്തോഷത്തിന് പിന്നാലെയാണ് അവിടെ എത്തി ചായ കുടിച്ചതും. നല്ല യാത്രാക്ഷീണം ഉള്ളതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ചായ കുടിക്കാൻ കയറിയത്. എല്ലാവരും വളരെ സന്തോഷത്തിൽ തുടങ്ങിയ യാത്രയാണ് ഇങ്ങനെ കലാശിച്ചത്. കുഞ്ഞിന്റെ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കുമൊക്കെ സഹിക്കാനുള്ളൊരു ശക്തി കിട്ടട്ടെ. എങ്ങനെ സഹിക്കാനാവും? തങ്ങളുടെ പൊന്നോമന കുഞ്ഞിനെയല്ല നഷ്ടമായത്. ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല.